മൊയ്തീന് 3 മാസം ക്രഞ്ചസ് ചെയ്തു. 1000 ക്രഞ്ചസ് വെച്ചിട്ട് വയറ് അവിടെ തന്നെ. ഇപ്പൊ മൂപ്പര് ഓർത്തോപെഡിക്സിൽ ക്യൂവിലാണ്. മൊയ്തീനോട് ചോദിച്ചപ്പോൾ മൊയ്തീൻ പറഞ്ഞു, യൂട്യൂബിൽ പറഞ്ഞു 10 മിനിറ്റ് ബെല്ലി ഫാറ്റ് റിഡക്ഷൻ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ വയറ് കുറയുമെന്ന്. ഞാൻ 90 ദിവസം ചെയ്തു. ഞാൻ ചോദിച്ചത് നിങ്ങളുടെ പ്ലേറ്റിൽ എന്ത് മാറ്റം വരുത്തിയെന്നാണ്. മൊയ്തീൻ പറഞ്ഞു പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഇവിടെ സയൻസ് എന്താണെന്ന് വെച്ചാൽ സ്പോട്ട് റിഡക്ഷൻ സാധ്യമല്ല. അത് ശാസ്ത്രം തെളിയിച്ചതാണ്. കാരണം കൊഴുപ്പ് കത്തിക്കുമ്പോഴേ പ്രാദേശികമായിട്ട് മാത്രം കൊഴുപ്പെടുക്കുന്നില്ല, ഒരു സ്ഥലത്തുനിന്ന് മാത്രം കൊഴുപ്പെടുക്കുന്നില്ല. രക്തത്തിലൂടെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിൽ നിന്നും ആവശ്യത്തിനുള്ള കൊഴുപ്പെടുത്തിട്ടാണ് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. നിങ്ങളുടെ ജീനാണ് ഇവിടെ ക്രമം തീരുമാനിക്കുന്നത്. 2011 നടന്നൊരു പഠനത്തിലെ 12 ആഴ്ച വയറിന്റെ എക്സസൈസ് മാത്രം ചെയ്തു, ഫലം 0 ആയിരുന്നു. മറ്റൊരു തെളിവ്, ടെന്നീസ് കളിക്കാര് 20 വർഷം ടെന്നീസ് കളിച്ചു, അവരുടെ ഒരു കൈ മാത്രം ഉപയോഗിച്ചു. പക്ഷെ കൊഴുപ്പ് 2 കൈയിലും ഒരുപോലെയാണ്. പക്ഷെ മസിൽസ് ഒരു കൈയിൽ സ്ട്രോങ് ആണ്, കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ക്രഞ്ചസ് കൊണ്ട് ഉപകാരമില്ലേ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഉണ്ട്, തീർച്ചയായിട്ടും ക്രഞ്ചസ് കൊണ്ട് ഉപയോഗമുണ്ട്. പേശികൾ ഉണ്ടാക്കാൻ സഹായിക്കും. പക്ഷെ ആ പേശികൾ കൊഴുപ്പിന് അടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്കത് കാണാൻ കഴിയില്ല. ഒരു സത്യം കൂടി മനസ്സിലാക്കുക, വയറിലെ കൊഴുപ്പാണ് സാധാരണയായി അവസാനം പോകുന്നത്. ആദ്യം മുഖം, പിന്നെ കൈ, പിന്നെ വയറ്. ഇവിടെ നിന്നാണ് ആദ്യം കൊഴുപ്പ് പോയി തുടങ്ങുക. ക്ഷമ വേണം. ഇവിടെ ഡോക്ടർ അങ്കിളുടെ ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 പാക്ക് തുടങ്ങുന്നത് ജിമ്മിലല്ല, അത് അടുക്കളയിൽ നിന്നാണ്. ക്രഞ്ചസ് പേശികൾ ഉണ്ടാക്കും, ഡയറ്റ് അതിനെ പുറത്തു കൊണ്ടുവരും. അപ്പോൾ ആ 5000 രൂപയുടെ സ്ലിമ്മിംഗ് ബെൽറ്റ്, അതിനെക്കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നത്. അതിനെക്കുറിച്ച് നാളെ പറയാം. നാളത്തെ എപ്പിസോഡിൽ നിങ്ങളുടെ പണം നിങ്ങൾക്ക് ലാഭിക്കാം. അപ്പോൾ ഇതുവരെയുള്ള മിത്സ് ഒക്കെ മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങളുടെ അറ്റൻഡൻസ് ഒക്കെ രേഖപ്പെടുത്തി നാളത്തെ ക്ലാസ്സിനായിട്ട് വരിക. See you tomorrow. Bye-bye.